മഹാനടന്റെ രണ്ട് ചിത്രത്തിലെ രണ്ട് വ്യത്യസ്ത ശബ്ദങ്ങൾ ആദ്യമായി നിങ്ങൾക്ക് മുമ്പിൽ ക്ഷണിക്കുന്നത് സ്ഫടികം എന്ന ചിത്രത്തിലെ ചാക്കോ മാഷ്. ഭൂഗോളത്തിന്റെ സ്പന്ദനം മാത്തമാറ്റിക്സ്. ഭൂമി ഒരു വട്ട പൂജ്യം. ആദ്യം പഠിത്തം, പിന്നെ മതി കണ്ടുപിടുത്തം. അടുത്തതായി നിങ്ങൾക്ക് മുമ്പിൽ ക്ഷണിക്കുന്നത് സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളായ നാടോടിക്കാറ്റ്, പട്ടണപ്രവേശനം എന്നീ ചിത്രങ്ങളിൽ ഈ നടൻ കുറച്ച് സമയത്തേക്ക് വേണ്ടി മാത്രം ഒരു പ്രത്യേക സൗണ്ടിൽ സംസാരിക്കും. ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ക്ഷണിക്കുന്നത് കള്ളക്കടത്തുകാരനായ ശ്രീ അനന്തൻ നമ്പ്യാർ. അടുത്തതായി നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ക്ഷണിക്കുന്നത് സിനിമാ ഫീൽഡിൽ വരുന്നതിന് മുമ്പ് അഡ്വക്കേറ്റ് പ്രവൃത്തി ചെയ്യുകയും സൂപ്പർ ഹിറ്റുകളായ ഒരുപാട് പടങ്ങളിൽ തുടർന്ന് വക്കീലായി ഏറ്റവും ഒടുവിൽ രാജമാണിക്യം അണ്ണൻ തമ്പി എന്ന ചിത്രത്തിൽ തകർപ്പൻ പെർഫോമൻസ് നടത്തിയ പത്മശ്രീ ഭരത് മമ്മൂട്ടി. എന്നെ പറ്റി ഈ നാട്ടിൽ പരക്കെ ഒരു പരാതി, അതെന്താണെന്ന് ഇന്നേ വരെ ചിന്തിച്ചിട്ടുണ്ടോ, അതൊന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? എന്നാ കേട്ടോ, ഫസ്റ്റ് ഡയലോഗിന് ഇടത്തേക്കുണ്ട്, സെക്കൻഡ് ഡയലോഗിന് വലത്തേക്കുണ്ട്. ഇനിയിപ്പോ സെന്റ് ഡയലോഗ് വല്ലതും ആണെങ്കിലോ നടുവിൽ ചാന്ത് വെച്ചിരിക്കും, എടുത്തിട്ട് കുത്തണമെന്ന്. സത്യം ഇതൊക്കെ ആണെങ്കിലും ഇത്ര പബ്ലിക്കായി ഇട്ടിക്കണ്ണപ്പന്മാര് വിളിച്ച് പറയാൻ പാടുണ്ടോ? എനിക്ക് എന്റേതായ സ്റ്റൈലിൽ ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദിസ്. അടുത്തതായി നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ക്ഷണിക്കുന്നത് മഞ്ഞിലിന്റെ പൂക്കൾ എന്ന ചിത്രത്തിലൂടെ നരേന്ദ്രനായി അവൻ നിങ്ങൾക്ക് മുമ്പിൽ കടന്നു വന്നപ്പോൾ നിങ്ങൾ ഇവരെ നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചു. പിന്നീട് ഒരുപാട് കഥാപാത്രങ്ങൾ അവൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തു. ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ക്ഷണിക്കുന്നത് പത്മശ്രീ മോഹൻലാൽ. ശേരൻകുട്ടി, വഞ്ചനയ്ക്കും ചതിക്കും ഇവിടെ ഒരു നിയമമേ ഉള്ളൂ. അത് നീയായാലും ശരി, ഞാനായാലും ശരി. നീ തന്നെ പറഞ്ഞ വാക്കുകളാണ്. പറഞ്ഞ അബദ്ധമായി ഇപ്പത്തൊന്നുണ്ടോ? നട്ടലുള്ള ആണായിരുന്നെങ്കിൽ അന്ന് പറയണായിരുന്നു പറ്റില്ല എന്ന്. നീ ഒന്നോർത്തോ, ഈ നസ്രാണിയെ കണ്ടുമുട്ടിയ നിമിഷം മുതൽ നിന്റെ കൗണ്ട് ഡൗൺ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഇത് പറഞ്ഞിട്ട് പോകുന്നതിന്റെ പേര് മറക്കാതിരുന്നാൽ മതി. സാഗർ ഏലിയാസ് ജാക്കി. അടുത്തതായി നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ക്ഷണിക്കുന്നത് നിങ്ങളേവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവൻ ഒരു നീണ്ട ഇടവേള കഴിഞ്ഞ് ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന കൊച്ചു കേരളത്തിൽ കാലുകുത്തി. നിങ്ങൾ ഇവനെ നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചു. സൗത്ത് ഇന്ത്യ ഒട്ടാകെ ഒഴുകി നിറഞ്ഞ നിങ്ങളുടെ ഇഷ്ട താരം വിക്രം എന്ന മഹാനടന്റെ അന്യൻ എന്ന ചിത്രത്തിലെ രണ്ട് വ്യത്യസ്ത ഭാവങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം. ഹിയർ കംസ് അന്യൻ വേഴ്സസ് അമ്പി. അടുത്തതായി നിങ്ങൾ ഞാനിതാ ഒരു ചലച്ചിത്രത്തിന്റെ ഭാഗത്തോട്ട് ക്ഷണിച്ചുകൊണ്ട് പോകുന്നത് ആക്ഷൻ ത്രില്ലർ എന്നറിയപ്പെട്ടിരുന്ന ഷാജി കൈലാസ് ഒരുപാട് പടങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ ആറാം തമ്പുരാൻ എന്ന ചിത്രത്തിലെ ഒരു സീനിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ക്ഷണിക്കുന്നത് മോഹൻരാജ് അല്ലെങ്കിൽ ചെങ്കട മാധവനും ലാലേട്ടനും തമ്മിലുള്ള സംഭാഷണം. ഇത് കൊച്ചു കുട്ടികളുടെ കളികളാണല്ലോ. കളികൾ നമ്മൾ തമ്മിലാണെങ്കിലോ അപ്പം കളി വെല്ലുവിളികളായില്ലേ? ആവും ഇവിടെ വെച്ച് തന്നെ വേണോ? ഈ പൊടിക്കുട്ടികളുടെ പെണ്ണുകളുടെ മുമ്പിലിട്ട് നിന്ന് തള്ളുന്നൊരു സുഖമില്ല. എന്റെ സമ്പ്രദായം അതല്ല. തന്റെ സമ്പ്രദായ പ്രകാരം എവിടെ ഉണ്ടാവോ അവിടെ ഞാൻ എത്താം.
ആ കണ്ണോടിയില് 10 ഓട്ടം കിട്ടുന്നവരില്ലേ, കിട്ടിയാൽ നീ എന്നെ ഒലത്തിക്കളയോ ചെങ്കടം മാധവ. നിന്നെ പറ്റി ഞാൻ കേട്ടു, വരവും പ്രതീക്ഷിച്ചു. പോയാളെ കൂട്ടെ. എന്റെ പേര് ജഗന്നാഥൻ. ഞാൻ എത്തും ചുമ്മാ. അടുത്തതായി നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത് ഒരു സ്ഥലത്തെ ഭാഷയെ അടിസ്ഥാനപ്പെടുത്തി ചെറിയ പരിപാടിയാണ്. ചതുരംഗം എന്ന ചിത്രം നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ. അതിൽ നമ്മുടെ പ്രിയങ്കരനായ ലാലേട്ടൻ കോട്ടയം ടൗണിനെ പറ്റി ഡയലോഗ് പറയുന്നുണ്ട് ഇതുപോലെ. ഇത് കോട്ടയമാണ്. ചങ്ങനാശ്ശേരി, മീനച്ചിലും കാഞ്ഞിരപ്പള്ളിയും ഒക്കെ അടങ്ങുന്ന കോട്ടയം. ഇവിടെ ഭരിക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തകരല്ല, ഞങ്ങളെപ്പോലെ ഗുസ്തിയെന്ന ചിലരാണ്. ഈ ഡയലോഗ് തിരുവനന്തപുരത്തെ കുറിച്ച് തിരുവനന്തപുരം സ്വദേശിയായ ഒരാൾ പറഞ്ഞാൽ എങ്ങനെയിരിക്കും എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം സുഹൃത്തുക്കളെ. കേട്ടോളൂ. ഇവിടെ പേനയിലായി നിന്നാടപ്പി ഉള്ളവരെയല്ല പെറ്റ തള്ള സൈക്കില്ല. എന്തരായാലും ചെല്ലക്കിളി ഒരു കാര്യം പറഞ്ഞേക്കാം, നീ എന്തരായാലും ഇവിടെ കയറിയില്ല. അത് കോട്ടയമല്ല, തിരുവനന്തപുരമാണ്. പാടശ്ശേരി, ചെങ്കച്ചൂടനെ, കരിമടംകോടനെ എല്ലാടങ്ങുന്ന തിരുവനന്തപുരം. പിന്നെ അവിടെ കിടന്ന് പുളപ്പുള്ള എടുത്തിട്ടല്ല, പൈലെല്ലാം കൂടെ നെഞ്ചു കയറുന്ന പൊങ്കാലത്. പിന്നെ ലാബ് റൂമിൽ കിടക്കാനും നേരം കാണും. നിന്റെ കൂടെ ഞാൻ അന്നേ പറഞ്ഞാണ് ആ കിടതാപ്പും കൊട്ടേഷൻ കൊണ്ട് തിരുവനന്തപുരത്ത് വരണം. അപ്പം നിനക്ക് മോട. എന്തരായാലും നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വിളിച്ചിരിക്കെ നിന്റെ കച്ചവടം കൂട്ടിച്ച് താക്കോലും കൊണ്ട് ഞാൻ പോകണം. റോഷാളെ പിടിച്ചു വേറെ ആള് കൂടുതലും താലി മാലയല്ല. രാവിലെ ഇറങ്ങിയോളും പൈനൽ വഴിയിട്ടിങ്ങനെ കാലിപ്പുകൾ തീരുന്നില്ല. ഇതോടെ എന്റെ എളിമിത്രി ഇവിടെ പൂർണ്ണമാകാണ്. നന്ദി, നമസ്കാരം. ഒരു കാര്യം പറയുന്നത് ഇനുവളിയാ, നീ ഇപ്പോ ഒരു പൊട്ടിക്കട എണ്ണം വെച്ചോ. 4ാമത്തെ പെഗ് ലൈഫ് സ്കിൽസ് വീഴുമ്പോ ഞാൻ അവിടെ ഉണ്ടാകും. ഐ ലവ് യു.